ഹലോ ഫ്രണ്ട്സ്, ഏറ്റവും പുതിയ വെല്യാന വിശേഷങ്ങളുമായിട്ടുള്ള വെല്യാന വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവായിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും. അതായത് ഇനി പേരാമംഗലം വെല്യാനെ, അതായത് തെച്ചിക്കോട്ടവ് രാമചന്ദ്രനെ വഴി നടത്താൻ നെമ്മാറ രാമേട്ടനൊപ്പം പൂച്ചക്കുന്ന് മഹേഷും ഉണ്ടായിരിക്കും. ഈ സീസണിൽ സംഭവിച്ച അപ്രതീക്ഷിതമായ ചില നാടകീയതകൾക്കൊടുവിലാണ് ടീം വെല്യാന എന്നുള്ള രാജേഷിൻ്റെ കൊഴിഞ്ഞുപോക്കും അതുപോലെ പൂച്ചക്കുന്ന് മഹേഷിൻ്റെ കടന്നുവരവും ഉണ്ടായിരിക്കുന്നത്. പേരാമംഗലം വെല്യാനെ പോലെ ഒരുപാട് റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള, അതായത് ഒരുപാട് നിയമപ്രശ്നങ്ങളുമെല്ലാം ഒരുപാട് ബാധിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് നിയമ ഉപദേശത്തിലൂടെ മാത്രം കൊണ്ടു നടക്കുന്ന ഒരു ആനയിൽ നിന്നും ഒരു ആനക്കാരനെ പെട്ടെന്ന്, അതും 6 വർഷക്കാലം ഉണ്ടായിരുന്ന ആനക്കാരനെ ഒഴിവാക്കുന്നതും അതുപോലെ തന്നെ ആ ഒഴിവിലേക്ക് അതേ തതുല്യമായ ഒരു ആനക്കാരനെ നിയമിക്കുന്നതും അത്ര എളുപ്പമായ ഒരു കാര്യമല്ല. പേരാമംഗലം വെല്യാനെ സംബന്ധിച്ച് എത്ര കൊടി കുത്തിയ ആനക്കാരനായാലും ശരി, വെല്യാനയുടെ വിശ്വാസം ആർജിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ വളരെ പേരുകേട്ട പുകൾപ്പെട്ട ആനക്കാർ പോലും തോറ്റുമടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം എപ്പോഴും പേരാമംഗലം വെല്യാനയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വെല്യാനയുടെ ചുമതലക്കാരനായ നെമ്മാറ രാമേട്ടനെ ബഹുമാനിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടും വെല്യാനയുടെ രീതികൾക്ക് ഇണങ്ങുന്നതുമായ ഒരു ആനക്കാരനെ കണ്ടെത്തുക എന്നത് തീർച്ചയായിട്ടും പേരാമംഗലം തെച്ചിക്കോട്ടവ് ദേവസ്വത്തിന് വലിയൊരു വെല്ലുവിളി തന്നെ നേരിടേണ്ടതായി വന്നിട്ടുണ്ടാകും. രാജേഷ് ഒഴിഞ്ഞതിൽ തൊട്ട് ഉണ്ടായിട്ടുള്ള എല്ലാതരം അഭ്യൂഹങ്ങളും, അതായത് ഒരു പുതിയ ആനക്കാരൻ എന്ന രീതിക്ക് പഴയ ആരെങ്കിലും ആയിരിക്കും വരിക എന്നിടത്തുള്ള ഒരുപാട് അഭ്യൂഹങ്ങൾ പലയിടത്തായി പരന്നിരുന്നു. അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാ കടമ്പകളും മറികടന്നുകൊണ്ട്, അതായത് പേരാമംഗലം വെല്യാനയുടെ കാര്യമാകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രഷറും സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതെല്ലാം വളരെ സമർത്ഥമായി തന്നെ മറികടന്നുകൊണ്ട് ഇന്ന് ലഭിക്കാമെന്ന് വെച്ചിട്ട്, രാമേട്ടന് കൂട്ടായി ഇന്ന് ലഭിക്കാമെന്ന് വെച്ച് ഏറ്റവും നല്ലൊരു ആനക്കാരനെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞതിൽ തീർച്ചയായും പേരാമംഗലം തെച്ചിക്കോട് ദേവസ്വത്തിന് അഭിമാനിക്കാം.